ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മക്കോള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലുള്ള ഒരു കൊച്ചു വെള്ളച്ചാട്ടമാണ്. ഈ മക്കോള്ളി എന്ന് പറയുന്ന ഗ്രാമം ചെയ്യുന്നത് ശരിക്കും ഒരു കാടിന് നടുവിലാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന വെയിറ്റിംഗ് ഷെഡിൻ്റെ ഇടതുവശത്തു കൂടിയാണ് നമുക്ക് നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത്. ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തുന്നതായിരിക്കും. വഴി മുന്നോട്ട് ചെല്ലുന്തോറും വളരെ മോശമായിരിക്കാനാണ് സാധ്യത. അങ്ങനെ ശരിക്കും നമ്മൾ ഒരു വ്യത്യസ്തമായ റോഡിലേക്ക് എത്തി. ആ മൺവഴിയുടെ രീതിയൊക്കെ ഒന്ന് മാറി ശരിക്കും ഒരു കാടിന് നടുവിലൂടെയുള്ള റോഡിൻ്റെ ആ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങി. ഇത് ശരിക്കും വനമാണ്. ഇവിടെ ആൾതാമസമൊന്നുമില്ല. ഇത് വനത്തിൻ്റെ ഒരു ചെറിയൊരു അതിർത്തിയാണ്. ആളുകൾ താമസിക്കുന്നത് ഇവിടം കൊണ്ട് അവസാനിച്ചു. ഇനി മുന്നോട്ട് നിറയെ കാട് മാത്രമേ ഉള്ളൂ. ഇവിടെ ആൾക്കാരൊന്നും ആരും ജനവാസ കേന്ദ്രങ്ങളോ അങ്ങനെയൊന്നും ഉള്ളതല്ല. വഴി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും നമുക്ക് മുന്നോട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു ഓഫ് റോഡിങ്ങിനൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു വഴിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വഴി ശരിക്കും ഇവിടെ വളരെയധികം മോശമായതുകൊണ്ട് വണ്ടി ഇവിടെ വെച്ചിട്ട് നമ്മൾ നടന്ന് മുന്നോട്ട് പോവുകയാണ്. ഇടയ്ക്ക് ചെറിയ കോൺക്രീറ്റുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് കിടക്കുകയാണ്. നിറച്ചും ചരൽ കല്ലുകളാണ്. അതിനാൽ ബൈക്കും കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ബൈക്ക് അവിടെ വെച്ചിട്ട് നടക്കുകയാണ്. ഇവിടെ വളരെ അടുത്താണ്. ഈ കാണുന്ന വഴിയെ 4 വീലുള്ള ജീപ്പ് തൊടുപുഴ ഭാഗത്തേക്ക് പോകാനായിട്ട് സാധിക്കും. ഇതിൽ തൊടുപുഴയ്ക്ക് പോകാൻ പറ്റും. പിന്നെ ഇച്ചിരി റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈക്ക് കയറ്റിക്കൊണ്ട് ഈ വഴി ഒരു ഓഫ് റോഡിങ് സെറ്റപ്പിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തായാലും നമ്മൾ ഏകദേശം നമുക്ക് എത്തിച്ചേരേണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഏകദേശം എത്തി. അങ്ങനെ നമ്മൾ മക്കോള്ളി വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞുള്ളൊരു അടിപൊളി വ്യൂ ആണ്. ഇപ്പം മഴ കുറവായതുകൊണ്ടാണ് അല്പം വെള്ളം കുറവായി തോന്നുന്നത്. ഇത്തിരി മഴ കൂടിയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ശരിക്കും ഒരു ഫീല് ലഭിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഇറങ്ങി ഈ ഭാഗങ്ങളെല്ലാം നന്നായി കാണാനും ഫോട്ടോ എടുക്കാനും പറ്റും. പാറയിൽ വഴുക്കലുണ്ട്. ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക, പാറ തെന്നാനുള്ളൊരു ചാൻസ് കൂടുതലാണ്.